ഹലോ ഗൈസ്, കുറേ നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല. കാരണം എക്സാം ആയിരുന്നു, പിന്നെ കുറേ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഫോർട്ട് കൊച്ചി വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട്. ഈ പുൽക്കൂട് കാണാൻ നല്ല രസമുണ്ട് ഗൈസ്. കാരണം ഞങ്ങളിത് വാങ്ങിച്ചതാണ്. ഉണ്ടാക്കാനായിട്ട് കുറേ ട്രൈ ചെയ്തു, പക്ഷെ നടന്നില്ല. അവസാനം ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു ഗൈസ്. സംഭവം അടിപൊളിയാണ്. ലൈറ്റൊക്കെ ഇട്ട് രാത്രി കാണാനാണ് ഇത് ശരിക്കും ഭംഗി ഗൈസ്. രാത്രിത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തു. അതിനകത്ത് വെച്ചിട്ടുള്ള ആ രൂപങ്ങളൊക്കെ കുറേ വർഷം പഴക്കമുള്ളതാണ്. ഇവിടെ കുറേ നാൾ മുമ്പ് തന്നെ ഈ സാധനം ഉണ്ടായി. അതുകൊണ്ട് തന്നെ എൻ്റെ പെയിൻ്റൊക്കെ ഇളകിയിരിക്കും. അപ്പോൾ നമുക്ക് രാത്രിയുടെ ഇതൊന്ന് കാണാം ഗൈസ്. ഞങ്ങളങ്ങനെ ഫോർട്ട് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ എറണാകുളം ജില്ലക്കാർക്ക് ക്രിസ്മസ് ന്യൂ ഇയർ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് ഫോർട്ട് കൊച്ചിയാണ്. പക്ഷെ ഞങ്ങൾ ഇതുവരെ ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ ഒരു ടൈമിൽ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ പോയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല തിരക്കാണ്. അപ്പോൾ അച്ഛനോട് ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് ഭയങ്കര തിരക്കായിരിക്കും, വേണ്ട പോകണ്ട. പക്ഷെ ഞാൻ നിർബന്ധിച്ച കാരണം മാത്രമാണ് ഗൈസ് നമ്മളിന്ന് പോകുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. നിങ്ങൾക്ക് കാണാമല്ലോ ഗൈസ്. ഇപ്പം നിങ്ങൾ കാണുന്നത് റോറോയിലേക്ക് കയറാനുള്ള വണ്ടികളുടെ ബ്ലോക്കാണ് ഗൈസ് ഈ കാണുന്നത്. നിറയെ ബൈക്കും കാറുകളൊക്കെ ഉണ്ട്. ഞാൻ കുറേ നേരം പോസ്റ്റായി, ഉറക്കം വരുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അവിടെ എത്തിയപ്പോൾ രാത്രിയായി. പിന്നെ ഗൈസ് നമ്മളിത് റോറോൻ്റെ അടുത്തിട്ടിട്ടുണ്ട്, കണ്ടോ ഗൈസ്. രാത്രിയായി ഗൈസ്. ഞങ്ങൾ എപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നോക്കി, ഇപ്പോഴും ആ റോറോന്നും അപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. നിറയെ ബൈക്കുകളാണ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ബൈക്കുകളും കാറുകളും ഒരുമിച്ച് കാണുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു രസമല്ലേ, കാരണം നമ്മളെപ്പോഴും എല്ലായിടത്തൊന്നും പോകുന്നില്ലല്ലോ. വല്ലപ്പോഴൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. കുറച്ച് ബ്ലോക്കൊക്കെ സഹിച്ചാൽ എന്താ, നമുക്ക് അവിടെ അടിപൊളി കാഴ്ചകൾ കാണാമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സഹിച്ചിരിക്കുകയാണ് ഗൈസ്. ഗൈസ്, അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ വീണ്ടും വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സീരിയസ്ലി എനിക്ക് നല്ലോണം ബോറടിക്കണ്ടായിരുന്നു. വേറെ വരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവൻ്റെ ഗെയിം കളിക്കുന്നത് നോക്കിയിരുന്നു. ഓരോ എത്തി. പിന്നെ അതിൽ നിന്ന് വണ്ടികൾ പുറത്ത് വരുന്ന കണ്ടപ്പോൾ ഒരു സമാധാനമായി. ഇപ്പം തന്നെ പോകാമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ കുറച്ച് ഹാപ്പി ആയത്. ഇങ്ങനെ വണ്ടികൾ പോകുമ്പോഴും വീണ്ടും ബ്ലോക്കായി ഗൈസ്. അങ്ങനെ ഗൈസ് ഫൈനലി ഞങ്ങൾ റോറോയിൽ കയറി. കുറേ നേരം വെയിറ്റ് ചെയ്തത് കൊണ്ടാണെന്ന് അറിയില്ല, ഇപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യുന്നത്. റോറോയിൽ കയറിയപ്പോൾ ആ കടലിൻ്റെ ഒരു കാറ്റും ഒരു കടലിൻ്റെ ഒരു സൗണ്ടും മൊത്തത്തിൽ അതൊരു വേറൊരു ഫീലാണ് ഗൈസ്. റോറോയിൽ ഞാൻ കുറേ നാൾ മുമ്പാണ് ഞാൻ ലാസ്റ്റ് വന്നത്. അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ നന്നായിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റി ഗൈസ്. പക്ഷെ ഇപ്പം നല്ല ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഇതാണ് അവസ്ഥ ഗൈസ്. ചുറ്റും വണ്ടികൾ മാത്രം. പിന്നെ ചെറുതായിട്ട് കടലും പുറത്തുള്ള ആ ഒരു ബോട്ടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റോറോയിൽ കയറിയിട്ട് ഇതേ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ഇവിടെയൊക്കെ നിറയെ ലൈറ്റും അവിടെയൊക്കെ നിറയെ സ്റ്റാർസും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിഷ്വൽസ് എല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്തോളൂ ഗൈസ്. സൂപ്പറാണ് ഗൈസ്. ഇതൊക്കെ നമ്മൾ നേരിട്ട് വന്ന് കണ്ടേ. ശരിക്കും പറഞ്ഞാൽ ആ മരത്തിൻ്റെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു ഹെവൻ കണ്ട ഒരു ഫീലായിരുന്നു ഗൈസ്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ ആ വെയിറ്റ് ചെയ്ത് വന്നത് എന്തായാലും നന്നായി. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ നാച്ചുറൽ ക്രിസ്മസ് ട്രീയുടെ ഏകദേശം അടുത്തെത്താറായിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് തന്നെയായിട്ടുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിലൊക്കെ ഫുള്ളായി കിടക്കണോണ്ട് നമ്മൾ കുറച്ച് മാറിയിട്ടാണ് കാറ് പാർക്ക് ചെയ്തത്. പിന്നെ കുറേ നടന്നുപോയി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ബ്ലൂ കളറ് ആ ഒരു ഒരു ട്രീ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇത് കാണാനാണ് വീട്ടിൽ നിന്ന് അച്ഛനെയും വാശി പിടിച്ച് വലിച്ചുകൊണ്ട് വന്നത് ഗൈസ്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു വല്ലാത്ത ഫീലാണ്. പിന്നെ ഇവിടെ നിറയെ ലൈറ്റ്സാണ്. ഇത് കണ്ടോ, നമ്മൾ നടക്കുന്ന ആ ഒരു വരിയിലൊക്കെ ഇതുപോലെ നിറയെ ലൈറ്റ്സാണ്. നല്ല രസമാണ് കാണാൻ. നിങ്ങൾ നേരിട്ട് വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഗൈസ്. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. കാരണം എൻ്റെ ഫേസിലുണ്ട്. കാരണം ഞാൻ അത്രയും വെയിറ്റ് ചെയ്താണ് എനിക്ക് കാണാൻ. ഞാൻ നടന്നിങ്ങനെ പോവാണ് ഗൈസ്. അവിടെ നിറയെ കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഞങ്ങളിത് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കണ്ട് നടക്കുകയാണ്. ഇവിടെ ഒരു ഉത്സവപ്പറമ്പിൽ വന്ന ഫീലാണ് ഗൈസ്. ഇപ്പോൾ തന്നെ ഇത്രയും തിരക്ക്. അപ്പം ന്യൂ ഇയറിനന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊന്നും ഇങ്ങോട്ട് വരാൻ പോലും പറ്റില്ല. ഇവിടെയൊക്കെ നിറയെ ആളുകൾ വന്ന് ഇരിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഫുള്ളും ലൈറ്റും ഡെക്കറേഷൻസൊക്കെയാണ്. നിങ്ങൾ ആ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നിറയെ ലൈറ്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇതുപോലെ നിറയെ ബബിൾസൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ഞാനതൊക്കെ കണ്ടപ്പോൾ തന്നെ വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ ഈ മരത്തിൻ്റെ അടുത്തേക്ക് പോവാണ് ഗൈസ്. കണ്ടോ എന്ത് രസമാണ് കാണണമെന്ന് അറിയാവോ? അതിൻ്റെ അടിയിൽ പോയി നിൽക്കുമ്പോൾ എന്തോ ഭയങ്കര ഒരു ഫീലാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. അടുത്തെത്തിയപ്പോൾ തന്നെ നമ്മുടെ കണ്ണിനൊക്കെ എന്തോ ഒരു അത്ഭുതം കണ്ട ഒരു ഫീലാണ് ഗൈസ്. അവിടെ ചെന്നപ്പോൾ വേറെ ഏതോ വേൾഡിലെത്തിയ കൂട്ടാണ്. നമ്മൾ എങ്ങനെ അടുത്തെത്തിയിട്ടുണ്ട്. എന്ത് പൊന്നെ എന്ത് രസം. ഞാൻ അവിടെ ഇന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ കുറേ വെയിറ്റ് ചെയ്ത് കുറേ നടന്നെങ്കിലും ഇവിടെ വന്നപ്പോൾ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. വൗ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ നാച്ചുറൽ ക്രിസ്മസ് ട്രീയുടെ ഉള്ളിലുള്ള കാഴ്ച എന്ന് പറയണേ. എന്ത് അടിപൊളിയാണല്ലേ ഗൈസ്. എല്ലാവരും അവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന ഭയങ്കര തിരക്കിലാണ് കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയിലൊന്നും കാണാൻ, ഈ മരം കാണാൻ അത്ര വലിയ ഭംഗിയായിട്ട് എന്തെങ്കിലും നമ്മൾ നേരിട്ട് കാണുന്ന ഒരു രസമുണ്ടല്ലോ, അത് ഇതിൻ്റെ അത്രയൊന്നും വരില്ല. ഒരു നേരിട്ട് കാണേണ്ടത്, ഇത് നമ്മൾ നേരിട്ട് തന്നെ കാണേണ്ട സംഭവമാണ് ഗൈസ്. ഞാൻ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അപ്പുവാണെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്ന് കാണുന്നത്. അപ്പോൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് കണ്ടപ്പോൾ ഒരു ഫീല് അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നടന്നു പോകുന്ന വഴി ഒരു ഷോപ്പിൽ കയറിയിട്ട് കോളിഫ്ലവർ ബജ്ജി കഴിച്ചു. അതിൽ കോളിഫ്ലവർ ബജ്ജി നല്ലതായിരുന്നു, പക്ഷെ ഞങ്ങൾ വേറൊരു ബജ്ജിയും കൂടി വാങ്ങിച്ചു. അത് എനിക്കത്ര ഇഷ്ടം. പിന്നെ ഞങ്ങൾ പപ്പാനിനെ കാണാൻ വേണ്ടി പോയി. ഇതാണ്ടോ പപ്പാനി. പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രീ ആണ് കേട്ടോ ഗൈസ്. അതൊരു വേറൊരു ഫീൽ തന്നെയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലേറ്റായി. കാരണം 9 മണി 10 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് ചെല്ലേണ്ടതാണ്. അപ്പം ഞങ്ങൾ നടന്നു പോവാണ്. പക്ഷെ നടന്നു പോകുന്ന വരിയിൽ ശരിക്കും അടിപൊളിയാണ്. കാരണം അവിടെയും നിറയെ ലൈറ്റും ഡെക്കറേഷൻസൊക്കെയാണ്. നമുക്ക് ബോറടിക്കില്ല ഒരിക്കലും. പിന്നെ ഇവിടെ നിറയെ ഫുഡിൻ്റെ, ഞങ്ങൾ ബീച്ചിലേക്ക് പോയി. അപ്പം ഇവിടെ നിറയെ ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊന്നും ഫുഡ് കഴിച്ചില്ല. ഞങ്ങളിങ്ങനെ ചുമ്മാ കറങ്ങി നടക്കുകയാണ്. കാരണം ഞങ്ങൾ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പാർക്കിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവിടെ നിറയെ ലൈറ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം സൂപ്പറായിരുന്നു ഗൈസ്. പിന്നെ ഗൈസ്, ഈ വരിയിലെ ലൈറ്റൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ശരിക്കും നമ്മുടെ മൈൻഡൊക്കെ നല്ല ഫ്രഷാവും. നല്ലൊരു വൈബാണ് ഈ ലൈറ്റൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് പതുക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ കണ്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. കാരണം ഞങ്ങൾക്ക് കുറച്ച് ധൃതിയുണ്ട്. അത് നിങ്ങൾക്ക് ആ നടത്തെത്തി തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. വീഡിയോസൊക്കെ നന്നായിട്ട് കുലുങ്ങിയാണ്. നല്ല സ്പീഡിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ ലേറ്റായല്ലോ. പിന്നെ ഇവിടെ നിറയെ ചെറിയ ചെറിയ കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു അവിടേക്ക്. ഞങ്ങളിങ്ങനെ ബീച്ചിലേക്കൊന്നും ഇറങ്ങിയില്ല, ചുമ്മാ ഇങ്ങനെ കടകളും കണ്ട് നടന്നു പോകും. കുറേ ആളുകൾ ഇവിടെ ഉണ്ട്, ബീച്ചിലും നിറയെ ആളുകളുണ്ട്. നടന്ന് നല്ലോണം ടയേർഡായതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ഷോപ്പിൻ്റെ അവിടെ ചെന്ന് കപ്പലണ്ടി വാങ്ങിച്ച് കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പാർക്കിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അപ്പോൾ ആദ്യം തന്നെ ഊഞ്ഞാലിലേക്ക് കയറി. പിന്നെ അവിടെ നിന്ന് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പാർക്കിലെത്തിയപ്പോൾ അവിടെയും നിറയെ ലൈറ്റ്സും ഡെക്കറേഷൻസൊക്കെ ആയിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. ക്രിസ്മസ് വൈബ് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. എല്ലാ ട്രീസിലും നിറയെ ലൈറ്റാണ് കേട്ടോ ഗൈസ്. ഇതിൻ്റെ ബാക്കിലൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്.
പിന്നെ അപ്പു ഇതേ കുരങ്ങനെ പോലെ പിടച്ച് കയറുന്ന ഒരു സംഭവത്തിൽ കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഇതിലൊന്നും കയറിയില്ല. ഇവിടെ മര്യാദ കടങ്ങി ഒതുങ്ങി ഇന്ന് വീഡിയോ എടുക്കുമായിരുന്നു ഗൈസ്. ഇവനെന്തായി ചെയ്യുന്നത്? അവർ ചെയ്യണതിന് നേരെ ഓപ്പോസിറ്റാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്തു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. ഞങ്ങൾ തിരിച്ചു പോയാൽ വീണ്ടും ഫോണെടുത്ത് ഗെയിം കളിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഗൈസ്. പിന്നെ ഗൈസ് ഞങ്ങൾ ലേറ്റായെന്ന് പറഞ്ഞില്ലേ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വെയിറ്റിങ്ങിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോറോ എത്ര മണിവരെ ഉണ്ടാവുമെന്നുണ്ട്. അപ്പം ഞങ്ങൾ നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് ഇനി നെക്സ്റ്റ് 10 വണ്ടികൾക്ക് മാത്രമേ ഇതിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഞാൻ ലക്കിന് നമുക്ക് കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. പിന്നെ ടൈം 9:28 കഴിഞ്ഞു. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അങ്ങനെ നമ്മളുടെ ഭാഗ്യത്തിന് നമുക്ക് റോറോയിൽ കയറാൻ പറ്റിയിട്ടോ. അപ്പം ഞങ്ങൾ പോയി. പിന്നെ ഞങ്ങൾ പറൂര് വന്നിട്ട് കൂടെ ഒരു സ്ഥലത്ത് കയറി ഫുഡ് കഴിച്ചു. അൽഫാം ആണ് കഴിച്ചത്. ഞങ്ങളുടെ സ്ഥിരം സംഭവമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന സംഭവം തന്നെ കഴിച്ചത്. സ്ഥിരമായിട്ട് കഴിക്കുന്ന കട ബീഫ് മന്തിയും പിന്നെ അൽഫാമും പിന്നെ ഒരു സംഭവം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ, സീ യു സൂൺ.